നമ്മൾ വീണ്ടും ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ബോക്സിലും നേരിട്ടൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചു വന്നിരുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ മുടി പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ പറ്റും എന്നതിൻ്റെ ഒരു ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മുടെ പഴയ മുടിയും നമ്മൾ പാക്കൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയറും തമ്മിൽ ഭയങ്കര ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഒരു പ്രോട്ടീൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കും സ്കാൽപ്പിനും ഒരുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഇത്. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഭയങ്കര കെമിക്കലാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ സ്ട്രെയിറ്റനിങ്ങിനും കെരാറ്റിനും ഒക്കെ വേണ്ടി. അപ്പോൾ അതിന് നമുക്ക് ഡ്രൈനെസ്സും ഹെയർ ഫോളും നല്ലോണം ഡാൻഡ്രഫൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് ഉണ്ടാവില്ല, ഹെയർ ഫോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുടിക്ക് വളരെ നല്ലതാണ്, മുടി നല്ലോണം കിളിർത്ത് വരാനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രോട്ടീൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് മുടി നല്ലോണം സ്ട്രെയിറ്റ് ആക്കാനും നമ്മുടെ മുടി ഷൈൻ ചെയ്യാനും അതേപോലെ തന്നെ മുടി വളരാനും പിന്നെ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാക്സ് സീഡ് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് ഇത് തിളപ്പിച്ചെടുക്കുക, അങ്ങനെയാണല്ലോ അതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തേക്കണതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി ഒരു 20 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ സ്ലൈമി ടെക്സ്ചറിൽ വരും. ഇങ്ങനെ ഒരു നൂല് പരുവത്തിൽ വരും. അതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കത് ഒന്ന് ചൂട് ഒരുപാട് ആറി കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കട്ടയായി പോകും. അതിന് മുന്നേ ഒന്ന് കുറച്ച് ഒരു ഇളം ചൂട് ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിലിട്ട് ഇങ്ങനെ നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലിട്ട് നല്ലോണം മുക്കി പിഴിഞ്ഞെടുത്താലും മതി. അപ്പം നല്ലോണം ഇത് ജെല്ല് കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. കുറച്ച് ഫ്ലാക്സീഡ് അതിൻ്റെ ഉള്ളിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലാക്സീഡ് മുടിക്ക് നല്ലതാണ് കേട്ടോ. ഈ വെറുതെ നമ്മൾ കഴിക്കുന്നത് തന്നെ മുടി വളരാനും സ്കിന്നിനൊക്കെ നല്ലതാണ് ഫ്ലാക്സീഡ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. എന്ത് പഴം വേണമെങ്കിലും എടുക്കാം, ഏത്തപ്പഴം മാത്രം എടുക്കാണ്ടിരുന്നാൽ മതി. ബാക്കിയുള്ള ഏത് കുഞ്ഞിപ്പഴമോ ചിങ്ങപ്പഴമോ എന്ത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു പിടി, അതായത് ഒരു ചെറിയൊരു ബൗൾ അല്ലെങ്കിൽ ഒരു പിടി ഇത് ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചരി ഇടാം അല്ലെങ്കിൽ ചോറിടാം, എന്താണെന്ന് വെച്ചാൽ ഇടാം. പച്ചരിയായിട്ട് ഇടരുത്. പച്ചരി ഇങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച പച്ചരി ഉണ്ടല്ലോ അതിടാം, അല്ലെങ്കിൽ ഇതേപോലെ ചോറില്ലേ നമ്മൾ കഴിക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും ഇടാം കേട്ടോ, അതിടാം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വരെ അലോവേര ജെല്ലാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ അലോവേര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അലോവേര ജെല്ലായിട്ട് പുറത്തുനിന്ന് വാങ്ങണ അലോവേര ജെല്ല് ഇട്ടേക്കുന്നത്. വീട്ടിൽ കറ്റാർവാഴ ഉള്ളവരാണെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സല്ല ബ്ലെൻഡ് ചെയ്തെടുക്കുക, നല്ലോണം തന്നെ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഈ ഫ്ലാക്സ് സീഡും ഭയങ്കര ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചറാണ് ഉണ്ടാവുക. ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്താലാണ് മുടി നല്ലോണം സ്ട്രെയിറ്റ് ആവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇത് നമ്മൾ പാക്ക് പോലെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ മൊത്തം ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക, എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാനാണ്. അതേപോലെ ചെയ്താലാണ് നമുക്ക് മുടി ഒരു സ്ട്രെയിറ്റ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ഉള്ള ഹെയർ എന്ന് പറയണത്. കുറേ അത്യാവശ്യം നല്ലോണം തന്നെ ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ മുടി നല്ലോണം വളരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് എന്തുകൊണ്ടാണ് വളരണതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. റോസ്മേരി വാട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു നല്ലോണം വളരുന്നുണ്ട് മുടി. ഇപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നെ കാണിക്കൂ ഗൈസ്. നമുക്ക് മുടി നല്ലോണം ഈരി കൊടുക്കണം കേട്ടോ. നല്ലോണം വലിച്ച് ഈരി കൊടുക്കുമ്പോഴാണ് മുടി നല്ലോണം സ്ട്രെയിറ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഹെയർ പാക്ക് ഇടുമ്പോഴാണ് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ, മുടി സ്ട്രെയിറ്റ് ആവുള്ളൂ. അത് തന്നെ. എന്താണ് നിന്റെ മുടി സ്ട്രെയിറ്റ് ആക്കണോ? നോക്കണോ? ഓക്കെ, നമുക്ക് ഹെയർ പാക്ക് ഇടാം കേട്ടോ.
അപ്പോൾ നമുക്കിനി ഹെയർ പാക്ക് ഇടാം കേട്ടോ. ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പാക്കല്ല, ഇത് നമ്മുടെ മുടിക്ക് നല്ലോണം പ്രോട്ടീൻ തരുന്ന ഒരു ഹെയർ പാക്കാണ്. അതേപോലെ മുടിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, മുടി സ്പ്ലിറ്റ് എൻഡ്സ്, അതുപോലെ മുടി പൊട്ടിപ്പോവുക, പിന്നെ അതേപോലെ തന്നെ ഡാൻഡ്രഫ്, പിന്നെ ഡ്രൈനെസ്, ഫ്രിസിനെസ്, പിന്നെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ മുടി, പിന്നെ ഈ ഭയങ്കരമായിട്ട് പൊറ്റ പോലെ ഇങ്ങനെ ഭയങ്കര കട്ട ഡാൻഡ്രഫൊക്കെ, അതൊക്കെ മാറാനായിട്ടുള്ള നല്ലൊരു പാക്കാണിത്. അപ്പോൾ സ്ട്രെയിറ്റനിങ് ചെയ്യണത് മാത്രമല്ല, ഇതിനും നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ വെറുതെയൊക്കെ തലയിൽ ഇട്ടാൽ തന്നെ മുടി നല്ലോണം ഭയങ്കര ഗ്ലോസി ആയിട്ട് നല്ല ഷൈനി ആയിട്ടുണ്ടാവും. അത്രയും നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയി കെമിക്കൽസ് ഈ തലയിൽ കയറ്റണേക്കാൾ നല്ലതാണ് നമ്മൾ ഇങ്ങനത്തെ ഈ നാച്ചുറൽ DIYs യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രെയിറ്റനിങ് ചെയ്യണതിന് തന്നെ ഒരു 5000-6000 രൂപയൊക്കെ ആവും. മിനിമം ഒരു 5000-6000 രൂപയ്ക്ക് ആവും. പിന്നെ നമുക്ക് നല്ലോണം ഹെയർ ഉണ്ടെങ്കിൽ അതിലും ക്യാഷ് വരും. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമുക്കൊരു അരമണിക്കൂർ ഈ മുടിക്ക് വേണ്ടി നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുടി, നല്ലോണം സ്ട്രെയിറ്റനിങ് ആയിട്ടുള്ള മുടി കിട്ടും. അതേപോലെ തന്നെ അതും പോരാനും മുടിക്ക് നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണ പോലെ തന്നെ ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്ത് ചെയ്യാം. അങ്ങനെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുടി വെച്ച് എടുക്കണത്. അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ കുറച്ച് മുടി വെച്ച് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ. അതും ഇതേപോലെ നല്ലോണം മുടി വലിച്ച് നീട്ടിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കൂടുതലും മുടി ഹെയർ സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്താൽ മുടി നല്ലോണം സ്ട്രെയിറ്റൻ ആവും. അതേപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മുടി വളരെയും ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ടിലും അപ്ലൈ ചെയ്യുക. അപ്പം മുടി ഇതേപോലെ നല്ലോണം വലിച്ച് നീട്ടിയിട്ട് നീട്ടി ഈ പാക്ക് ഇടുക. നല്ലോണം വലിച്ച് നീട്ടി ഇടണം കേട്ടോ. അതിപ്പോൾ നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കണത്. ഇനി ഇത് മടക്കിയൊന്നും വെക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ചീത്ത ഡ്രസ്സ് ഇട്ടാൽ മതി, എന്നിട്ട് കുളിക്കാനുള്ളതാണല്ലോ. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരം വെച്ചിട്ട് നമുക്ക് ഷാമ്പും കണ്ടീഷണറും വെച്ച് കഴുകിക്കളയാം കേട്ടോ. ഷാമ്പു ചെയ്തിട്ടൊരു കുഴപ്പമില്ല, കണ്ടീഷണർ വെച്ച് എന്തായാലും കഴുകിക്കളയണം, എന്നാലാണ് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇനി ഞാനിത് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. ഇത് ഞാൻ കുളി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തേക്കുന്ന വീഡിയോ ആണ് ഇത്. എന്നാലാണ് നമ്മുടെ മുടി നല്ലോണം ഒന്ന് സെറ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഞാൻ ആദ്യത്തെ യൂസിൽ തന്നെയാണ് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയേക്കുന്നത്, നല്ലോണം സ്ട്രെയിറ്റ് അയക്കുന്നത്. ഇത് ആഴ്ചയിൽ 2 ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു വിസിബിൾ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതേപോലത്തെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള DIYs നല്ല വീഡിയോസും അതേപോലെ തന്നെ റോസ്മേരി വാട്ടറിൻ്റെയും റോസ്മേരി ഓയിലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.